ഈ ബാക്കിൽ നമ്മളെ എം ബി ഡി ഉണ്ട്. അപ്പം നമ്മൾ പറക്കാണ്, നമ്മൾ വണ്ടി പിടിക്കാൻ വരികയാണ്. എം ബി ഡി ബാക്കിലുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണുമെന്ന് അറിയില്ല ഗൈസ്. എം ബി ഡി നമ്മളെ വണ്ടി പോക്കാൻ വരികയാണ്. സിഗ്നലൊന്നും നോക്കേണ്ട കാര്യമില്ല, കാരണം ആരും സിഗ്നൽ നോക്കുന്നുമില്ല. അപ്പോൾ നമുക്ക് സിഗ്നൽ നോക്കേണ്ട ആവശ്യമില്ലല്ലോ ഗൈസ്. അപ്പോൾ ഏപ്രിൽ ഫുൾ ഗൈസ്, ഞാൻ ജസ്റ്റ് ഒന്ന് പറ്റിച്ചാണ്. ഇന്നത്തെ ദിവസം ഏപ്രിൽ ഫുള്ളാണ് ഗൈസ്. ഇപ്പം പോലീസ് എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി പറക്കുകയാണ്. അത് നമ്മളെ പിടിക്കാനല്ല ഗൈസ്, നമുക്കിവിടെ വരാം. കാരണം കേരളത്തിലെപ്പം മുഴുവൻ വണ്ടിക്കും കളറോ നല്ലത് കിട്ടിയിട്ടുണ്ട്. അപ്പം മിക്കവാറും ഈ ഒരു വണ്ടി നമ്മൾ കെ എന്നുള്ളത് കെ എല്ലാം വല്ല ചാൻസ് ഉണ്ടാവും. അപ്പം നമ്മൾ ദിവ്ചേട്ടൻ ഒന്നും പറഞ്ഞില്ല, അപ്പോൾ ഒന്നും അറിയില്ല ഗൈസ്. അപ്പം നമ്മളെ വണ്ടിയും കൊണ്ട് മറ്റൊരു ബാക്കിലുണ്ട്, നമ്മളാണ് പറക്കുന്നത്. ഗൈസ് എം ബി ഡി ബാക്കിൽ തന്നെ ഉണ്ടല്ലോ ഗൈസ്. നമ്മളെ പിടിക്കാൻ വേണ്ടി ശാന്തമായിട്ടാണ് വരുന്നത്, അപ്പോൾ പ്രശ്നമല്ല. അല്ലെങ്കിൽ വണ്ടി മറപ്പിച്ച് നമ്മളെ ഓട്ടയ്ക്ക് അത് രക്ഷപ്പെടാൻ നോക്കും ഗൈസ്. അപ്പം ഈ വീഡിയോയിൽ മിക്കവാറും നമ്മൾ ഈ ഒരു പാർട്ട് 2 നമ്മൾ മെയിൻ ലൊക്കേഷനിലേക്ക് എത്താൻ ശ്രമിക്കും. കാരണം നമുക്ക് ഏപ്രിൽ 5 നമുക്ക് മെയിൻ 2 ലോഞ്ചിങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ലോഞ്ചിങ്ങിന് പോകണം. അത് ബാംഗ്ലൂരാണ്. അപ്പോൾ ബാംഗ്ലൂർ വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ട്രിപ്പ് അത്ര പെട്ടെന്ന് തീർക്കാൻ നോക്കണം. വെറും 5 days മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ ഗൈസ്. അതിനുള്ളിൽ ഈ ട്രിപ്പ് ഈ പാട്ടൊക്കെ തീർക്കാനുണ്ട്. അപ്പം നമ്മൾ കുറച്ച് ലാഗായി നിന്നുപോയാണ് പ്രശ്നം. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ആ പൊസിഷനിലെത്താം. കാരണം ഇതിൻ്റെ അപ്പോൾ ഈ ഒരു വീഡിയോ ലാഗാവും, കാരണം നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പരമാവധി നേരെ അവിടെ എത്താം, കാരണം പ്രശ്നമാണ്. അതുകൊണ്ട് നമുക്ക് അവിടെ എത്തിയിട്ട് ഇനി അടുത്ത വീഡിയോ ഇടാം. എത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ബാഡ് ന്യൂസ് നിൽക്കുന്നുണ്ട്, നമ്മളെ ബീസ്റ്റ് സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബീസ്റ്റ് സോൾഡ് ഔട്ട് ആയിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെ വണ്ടിയല്ലോ, നമ്മളെ ചേസർക്ക് വർക്ക് ചെയ്ത വണ്ടിയല്ല ഗൈസ് ബീസ്റ്റ്. സംഭവം ഒരു വേറെ ടീമിൻ്റെ വണ്ടിയായിരുന്നു ഗൈസ്, അവർ വർക്ക് ചെയ്ത് കൊണ്ടുവരുന്നതായിരുന്നു. ചൈനീസ് ലാമ്പ് അല്ലായിരുന്നു ഗൈസ്, അത് പിന്നെ ചൈനീസ് ലാമ്പ് ആക്കിയതായിരുന്നു. പക്ഷേ അവരുടെ ഗതികേട് കൊണ്ട് ഇത് സെയിൽ ചെയ്യേണ്ടി വന്നു. അപ്പം നമ്മൾ നേരെ നോക്കുമ്പോൾ ആ വണ്ടി ഒരു കണ്ട്, അപ്പോൾ അപ്പം തന്നെ ചൈനീസ് ലാമ്പും പിന്നെ ആ തപ്പ് നെയിം ബോർഡൊക്കെ കണ്ടപ്പോൾ ഒന്നും നോക്കില്ല ഗൈസ്, പെട്ടെന്ന് തന്നെ കയറി മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വണ്ടിക്ക് ലിപ്പൊക്കെ വെച്ച്, ലിപ്പില്ലാത്ത വണ്ടിയായിരുന്നു ഗൈസ് വണ്ടി. അപ്പോൾ സ്പോട്ട് വന്ന് ലിപ്പൊക്കെ വെച്ച് ഒക്കെ വർക്കൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ കൊണ്ടുവരുന്ന വണ്ടിയായിരുന്നു ഗൈസ്. അവസാനം ആ ടീമിന് ഇപ്പം എൻ്റെ ആവശ്യമൊക്കെ നിറവേറ്റി കഴിഞ്ഞു ഗൈസ്. പൈസ ഒക്കെ ചെറിയ ആവശ്യം ഉണ്ടായിരുന്നു അവർക്ക്, ചെറിയ കടമൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ ആ ബസ്സൊക്കെ കൂടി എടുക്കുമ്പോൾ കൂടുള്ളൂ എന്ന് മനസ്സിലാക്കി അവർ ബസ് എനിക്ക് സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ചെറിയ ഇടവേളക്കുള്ളിൽ വണ്ടി ATP ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ചെറിയ ചെറിയ വർക്കേഴ്സൊക്കെ വണ്ടിക്ക് കയറ്റിയിട്ടുണ്ടായിരുന്നു ഗൈസ്. അപ്പം നമ്മളെ ചുരുങ്ങിയ വിലക്കാണ് വണ്ടി ഞാൻ സെയിൽ ചെയ്തിട്ടുള്ളത് ഗൈസ്. കാരണം അവരെ ഹാപ്പി ആവട്ടെ. അവർ ഇങ്ങോട്ട് എത്ര പൈസയാണ് നമുക്ക് തന്നെ അതേ റുപ്പിക്കാണ് നമ്മൾ അങ്ങോട്ടും കൊടുത്തിട്ടുള്ളൂ ഗൈസ്. അല്ല ഗൈസ്, ഞാൻ അങ്ങോട്ട് എത്ര പൈസയാണ് കൊടുത്തത് അതേ പൈസക്കാണ് ഞാൻ ആ വണ്ടി അവർക്ക് സെയിൽ ചെയ്തിട്ടുള്ളൂ ഗൈസ്. അത് തന്നെ നമ്മൾ ATP ആക്കിയിട്ടുണ്ടായിരുന്നു വണ്ടി. അത് നിങ്ങൾ കാണാം ഗൈസ്. ഞാൻ വണ്ടി മേടിച്ചപ്പം വണ്ടി സോണിക് ഗൈസ്, സോണിക്കായിരുന്നു ഗൈസ്. അപ്പോൾ ചൈനീസ് ലാമ്പൊക്കെ അല്ലായിരുന്നു ഗൈസ്, നമ്മൾ ചൈനീസ് ലാമ്പ് നമ്മളായിട്ട് വെച്ചായിരുന്നു ഗൈസ്. അപ്പോൾ ഈ ഒരു വർക്കൊക്കെ ആയിട്ട് കണ്ട് സീനാക്കി നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു ബീസ്റ്റ് വരുന്നുള്ളൂ ഗൈസ്, മാരക വർക്കിലിറങ്ങും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഒരു മെയിൻ ലൊക്കേഷനിൽ എത്തിയിട്ട് അടുത്ത വീഡിയോ കാണാം. ജസ്റ്റ് വാഷ് ചെയ്യണ വണ്ടി കയറ്റിയാണ്, വണ്ടി നല്ല ചളിയാണ്. അപ്പോൾ നമ്മളെ വണ്ടി കൊണ്ട് ചേട്ടൻ ഇവിടെ വന്ന് വാഷ് ചെയ്യും. നമ്മൾ പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ 5 മിനിറ്റ് വണ്ടിക്ക് പൈസ കൊടുക്കാണ്ട് വാഷ് ചെയ്തേ. അപ്പോൾ എൻ്റെ വണ്ടി അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം എന്നോട് നേരെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ കയറി വണ്ടി കൊണ്ട് പോകാനുള്ള 47 വയസ്സിൽ വണ്ടി ഉണ്ടായിരുന്നു. എന്തായാലും വാഷ് ചെയ്യാൻ, കാരണം നമ്മളെ വ്യൂ പോയിൻ്റ് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഏതാണ്ട് അടുത്തായിട്ടാണ് വ്യൂ പോയിൻ്റ് കാണിക്കുന്നത്. അപ്പം ഇത്ര അടുത്താണ്.
അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഭാഷയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗൈസ്. അപ്പം നമ്മൾ പാർട്ട് 2 വീഡിയോ നമ്മൾ ഇവിടെ വെച്ചാൽ ഗൈസ്. അപ്പോൾ പാർട്ട് 3 ഉണ്ടാവും ഇതിൻ്റെ. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ആണ് എനിക്ക് പറയാനുള്ളത് ഗൈസ്. സിഗ്നലൊക്കെ ആരൊക്കെ നോക്കുന്നു, നമുക്കതൊന്നും ഒരു പ്രശ്നമല്ല അല്ലേ. അപ്പോൾ നമുക്ക് പാർട്ട് 2 വീഡിയോ ഉണ്ടാവും, എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വ്യൂ പോയിൻ്റ് എത്തിയിട്ട് കാണാം. മൂഡ് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിൽ തന്നെ ആയിരിക്കും ഈ ഒരു വീഡിയോ കഴിഞ്ഞായിരുന്നു. അതിന് ശേഷം ഞാൻ ഈ ഒരു ഗെയിം തന്നെ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് പിന്നെ ഫുള്ള് ബസ് കൊണ്ടിട്ട് ഹിന്ദി ആയിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ ചെയ്യാൻ വേണ്ടിയാണ്. അപ്പുറത്തെ വീഡിയോ കാണും. അപ്പം അടുത്ത വീഡിയോ എന്ന് പറയുമ്പോൾ ഈ കാണുന്ന എല്ലാ ടീമിനും കൊണ്ട് നമ്മൾ നേരെ പോണേ ഇതിനു വേണ്ടിയാണ് ഓരോ ലക്ഷം നമുക്ക് അവർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഗൈസ്. ഏതായാലും ഈ വിവരം കൊണ്ട് നേരെ നമുക്ക് ബസ് കയറ്റി ഇവിടെ എത്തിക്കണം. അതാണ് ഇനി നമ്മൾ അടുത്ത വീഡിയോ. അപ്പോൾ പാർട്ട് 3 വെയിറ്റ് ചെയ്യുക. അപ്പോൾ അത് പാർട്ട് 2 ആണ്. അപ്പോൾ പാർട്ട് 1 കാണാത്തതുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ല മുകളിൽ കാണാൻ അയക്കാണ്ട് എത്ര സെറ്റപ്പ് ഒന്നും ആയില്ല, നോക്കട്ടെ ഗൈസ്. അപ്പോൾ ഏതായാലും എല്ലാവരും വെയിറ്റ് ചെയ്യുക ഗൈസ്. അടുത്ത വീഡിയോ കാണാം. എന്തായാലും ബായ്. പറ്റിയ ലാഗ് ഉണ്ടായിരുന്നു നോക്കണ്ടായിരുന്നു അതൊക്കെയാണ്. ഇത് ഈ ബസ്സിലായിട്ടുള്ള പ്രശ്നമാണ് ഗൈസ്. ഏതായാലും അതും താങ്ങിയാണ്ടാണ് ഞാൻ ഈ വീഡിയോ. അപ്പോൾ ഞാനല്ലാതെ വേറൊരു ബ്ലോഗർ ഗൈസ്. ഈ ഗൈസ് 2 ബോൾക്കർമാരൊക്കെ ഫ്രീക്കനാണ്. മുസ്ലിം തൊപ്പിട്ടാണ്ട് ബ്ലോക്ക് എടുക്കുന്നു ഗൈസ്. അതുപോലെ തന്നെ ഏതൊരു മച്ചാൻ്റെ അപ്പോൾ കുട്ടീൻ്റെ നല്ല അടി വാങ്ങുന്നുണ്ട്, നല്ലൊന്ന് മോന്തക്കിട്ട് കിട്ടിയിട്ടുണ്ട് ഗൈസ്. പിന്നെ നമ്മളെ വോൾക്കറുണ്ട് ഇവിടെ. വോൾക്കറിൻ്റെ കാലിലിരിക്കുന്ന ഷൂസൊക്കെ നോക്കുക ഗൈസ്. പക്ഷെ മച്ചാന് തൊപ്പി കിട്ടുന്നു. ഫാമിലി ട്രിപ്പാണെന്നാണ് തോന്നുന്നത്. ഇത് തൊപ്പിയല്ല ഗൈസ്, ഇത് മുടി തന്നെയാണ് തോന്നുന്നുണ്ട് ഗൈസ്. നിങ്ങളാണ് കണ്ടുവരെ ഗൈസ്. ഇത് തൊപ്പിയല്ല ഗൈസ്, ഇത് മുടിയാണ്. ആദ്യം കാണുമ്പോൾ തൊപ്പിയാന്ന് തോന്നുന്നു ഗൈസ്. ഏറ്റവും ബസ്സിഡ് മാനി ബസ്സിൽ നമ്മളെ സെയിം ടീഷർട്ടൊക്കെ ഇട്ടിട്ട് സെറ്റായി. പിന്നെ 2 ലേഡിമാരുണ്ട്. പിന്നെ അങ്ങനെ ഇവിടെ കുറേ ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങോട്ടൊക്കെ മാറി നടിച്ചേ 3 ബ്ലോക്കർമാരൊക്കെ. ഒരു ബ്ലോക്കറല്ല ഗൈസ്, ഒരു കുടുംബത്തിൽ 3 ബ്ലോക്കർമാരുണ്ട്. ഹാപ്പിയായി. അപ്പം വച്ചാൻ ഇത് ക്യാപ്പിൽ വന്നില്ല, ക്യാപ്പിലും ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഗൈസ്. പക്ഷേ ഇനി നമ്മൾ പോകുമ്പോഴായിരിക്കും വരെ ഉണ്ടാവുക എന്ന് എനിക്ക് തോന്നുന്നത്. അടുത്ത വീഡിയോ കാണാം. ബൈ.